പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ജലമരം ഈ കഥ കേൾക്കൂ. ഹായ്, ഈ മരത്തിൽ നിന്ന് വെള്ളം വരുന്നു. വലിയൊരു കുപ്പി പോലുള്ള മരത്തിൽ നിന്ന് തെളിഞ്ഞ വെള്ളം ചീറ്റി വരുന്നത് കണ്ട് ഡിങ്കിമാൻ ആശ്ചര്യത്തോടെ പറഞ്ഞു, തെളിനീർ ചൊരിയും മരമിതിൽ നിന്ന് മതിയാവോളം വെള്ളം മോന്താൻ. വരുവിൻ വരുവിൻ കൂട്ടുകാരെ, വയറു നിറച്ചു കുടിച്ചാലും. ഡിങ്കി കൂട്ടുകാരെ വിളിച്ചു വരുത്തി. കാടുണങ്ങിക്കരിഞ്ഞു. കുളങ്ങളും ജലാശയങ്ങളും വറ്റി വരണ്ടു. ഒരു തുള്ളി വെള്ളം തേടി നടന്ന മൃഗങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ഉൾക്കാട്ടിൽ വലിയൊരു മരത്തിൽ ചുറ്റും ആടിപ്പാടി വെള്ളം കുടിച്ച് അവർ ഉത്സാഹിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മരത്തിന് മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. കുഞ്ഞുങ്ങളെ, ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക, അനാവശ്യമായ ഒരു തുള്ളി പോലും കളയരുത്. മരത്തിന് മുകളിലിരുന്ന് കുരങ്ങപ്പൂപ്പൻ പറഞ്ഞു, ഇതെൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ വിദേശ വനരാജ്യത്ത് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഏതാനും വിത്തുകൾ നട്ടുപിടിപ്പിച്ചെങ്കിലും ഇത് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അദ്ദേഹം ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞു, കാട്ടിൽ എന്നെങ്കിലും കൊടും വരൾച്ച വരുമ്പോൾ ഈ മരത്തിൻ്റെ തടി തുളച്ച് വെള്ളമെടുക്കുക. ഇതിൽ ധാരാളം വെള്ളമുണ്ടാവും എന്ന് വെച്ച് ഒരുമിച്ച് മുഴുവനും തീർക്കരുത്. കുരങ്ങപ്പൂപ്പൻ്റെ വാക്കുകൾ കേട്ട് മൃഗങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു, ഇല്ല കളയില്ല ഞങ്ങളാരും, തുള്ളി ജലം പോലും ഇന്നു മുതൽ ദാഹമകറ്റുവാൻ വേണ്ടി ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിടും ഈ മരത്തെ. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, വരും തലമുറയ്ക്കും. കുരങ്ങപ്പൂപ്പൻ പറഞ്ഞത് കേട്ട് മൃഗക്കുട്ടികൾ തലകുലുക്കി.